ഇനി 6ാമത്തെ ചാപ്റ്ററാണ് ഊർജ സ്രോതസ്സുകൾ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. ആഹാരം പാകം ചെയ്യുന്നതിലാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത്. ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാരപദാർത്ഥങ്ങൾ വേവുന്നത്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയവ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. ഇനി ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നഫ്ത തുടങ്ങിയ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഉറവിടമെന്ത്? പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിലെത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയൂ. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിൽ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് അറിയാമോ? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടുപോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓട്ടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു, അഥവാ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നു. അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഫോസിലുകളെ നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകും. അതുകൊണ്ടാണ് ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ല. എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട്. കെട്ടിനിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്ററിൽ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കാറ്റിൽ നിന്നും വൈദ്യുതി. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടിയന്ത്രം അഥവാ വിൻഡ്മിൽ. വിൻഡ്മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ രൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനും മുന്നറിയിപ്പുകൾക്കനുസരിച്ച് കരുതലുകൾ എടുക്കാനും കഴിയും. സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇനി പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അഥവാ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് അറിയപ്പെടുന്നു.
ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. ഇവ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. ഇനി എന്താണ് ബയോഗ്യാസ്? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. അപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങൾ ഊർജ്ജ ഉൽപ്പാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡീസൽ, കൽക്കരി താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ഭൂതാപ ഊർജ്ജം, അണുശക്തി. ചൂടാറ പെട്ടി ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറ പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജ്ജം ലാഭിക്കുന്നത്. ഭാവിയുടെ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലായല്ലോ. ഇവയുടെ പരിമിതികൾ എന്തെല്ലാമാണ്? ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നത് ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ഒരു പരിമിതിയാണ്. ഈ പരിമിതികൾ ഇല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണല്ലോ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. എന്നാൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? കാറ്റിൻ്റെ വേഗതയും തിരമാലയുടെ കാര്യത്തിലും അങ്ങനെയാണോ? ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്.